വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ മാ എന്ന ഒരു ഹിന്ദി ഹൊറർ ത്രില്ലർ മൂവിയാണ്. കഥയുടെ തുടക്കത്തിൽ ചന്ദ്രാപൂർ എന്നൊരു ഗ്രാമത്തിൽ വർഷങ്ങൾക്ക് മുൻപ് മാകാളി ദേവിക്കായിട്ട് ഒരു പൂജ നടക്കുന്നതാണ് കാണിക്കുന്നത്. മാകാളിയുടെ ഒരു വലിയ ശിലയ്ക്ക് മുമ്പിലാണ് ആ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും കൂടി ചേർന്ന് ആ പൂജ ചെയ്തുകൊണ്ടിരുന്നത്. അടുത്ത സീനിൽ ആ ഗ്രാമത്തലവനായ ജമീന്ദാരുടെ ഭാര്യയെ പ്രസവവേദനയെ തുടർന്ന് വയറ്റാടികൾ നോക്കുന്നതാണ് കാണിക്കുന്നത്. കുറച്ചു കഴിഞ്ഞ് ജനിച്ചത് ആൺകുട്ടിയാണെന്നറിഞ്ഞ എല്ലാവരും സന്തോഷിക്കുന്നു. എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അടുത്തൊരു കുഞ്ഞുകൂടി ഉണ്ടെന്നറിഞ്ഞിട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുവാണ്. ആ കുഞ്ഞിനി പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നറിയാതെ അവരങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രസവിച്ചത് പെൺകുട്ടിയാണെന്നറിയുന്നു. അത് കേട്ടതും എല്ലാവരും ഒരുപോലെ ഞെട്ടിത്തരിക്കുവാണ്. അപ്പോഴാണ് ആ ഗ്രാമത്തിലുള്ള ഒരു വലിയ ആൽമരത്തിൽ 2 കണ്ണുകൾ കാണിക്കുന്നത്. അതെ, ആ മരത്തിലുള്ള കൊടൂര രാക്ഷസൻ ഗ്രാമത്തിൽ പെൺകുട്ടി ഉണ്ടായതറിഞ്ഞിരിക്കുന്നു. അത് ആ കുഞ്ഞിനെ എടുക്കാനായിട്ട് പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. വീണ്ടും ജമീന്ദാറിനെ കാണിക്കുമ്പോൾ കാളി പൂജ ചെയ്തുകൊണ്ടിരുന്ന മുഖം മൂടിയിട്ടൊരു സ്ത്രീ വന്ന് ജമീന്ദാറിന്റെ കയ്യിലുള്ള കുഞ്ഞിനെ വാങ്ങി പുറത്തോട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. പ്രസവിച്ചു കിടന്ന ആ അമ്മ അലമുറയിട്ട് കരഞ്ഞിട്ടും അത് വകവയ്ക്കാതെ എല്ലാവരും ചേർന്ന് ആ ഗ്രാമത്തിലെ വലിയ ആൽമരത്തിന് കീഴിലെ ബലിപീഠത്തിൽ കിടത്തി ബലി കഴിക്കാനായി അതേ ലേഡി ഒരു വലിയ വാളെടുത്തുയർത്തുന്നു. ഈ ആൽമരം ഭേദിച്ച് ആ രാക്ഷസൻ ഒരിക്കലും പുറത്തു വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ വാൾ കൊണ്ട് ബലി നൽകുവാണ്. ആ രക്തം മണ്ണിൽ പതിയുമ്പോഴാണ് മുൻപും ഒത്തിരി പെൺകുഞ്ഞുങ്ങൾ ഇതേപടി ബലി നൽകപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നീട് കാണിക്കുന്നത് 40 വർഷത്തിന് ശേഷമാണ്. ഒരു ആർട്ട് ഗാലറിയിൽ നമ്മുടെ നായികയെ കാണിക്കുന്നു. പേര് അംബിക. അവളൊരു ടീച്ചറാണ്. മാകാളിയുടെ ഒരു വലിയ പോർട്രേറ്റിനടുത്ത് നിന്ന് അവൾ അതിന്റെ ഹിസ്റ്ററി എല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാണ്. ദൈവങ്ങളെ എതിർത്ത് നിന്ന ഒരു രാക്ഷസനുണ്ടായിരുന്നു. ഒരിക്കൽ അവനൊരു വരം ലഭിച്ചു. യുദ്ധത്തിൽ അവന്റെ ഓരോ തുള്ളി രക്തവും ഭൂമിയിൽ ചിന്തിയാൽ അതെല്ലാം അവനെപ്പോലെ കൊടൂര രാക്ഷസനായി തീരുമെന്ന്. പൊറുതിമുട്ടിയ ദേവന്മാർ പാർവതി ദേവിയെ സമീപിക്കുന്നു. ദേവിയാണ് പിന്നീട് കാളിയുടെ രൂപമെടുത്ത് ആ രാക്ഷസന്റെ രക്തം കുടിച്ച് അവനെ വകവരുത്തിയതും. അതാണ് ഈ ചിത്രം എന്നെല്ലാം പറഞ്ഞു തീർത്തതും ഹീറോയിന്റെ ഹസ്ബൻഡ് അവിടേക്ക് എത്തുവാണ്. പേര് ശുഭങ്കർ. തുടക്കത്തിൽ കാണിച്ച ജമീന്ദാറിന്റെ ആ ആൺകുട്ടിയാണ് അയാള്. അപ്പോഴാണ് ഇരുവർക്കുമുള്ള ഒരേ ഒരു കുഞ്ഞിനെ കാണിക്കുന്നത്. അവളാവട്ടെ ആ ചുവരിലുള്ള ആ വലിയ ആൽമരത്തിന്റെ ചിത്രം ഫോട്ടോ എടുക്കുവാണ്. എന്നാൽ അത് പക്ഷേ ചന്ദ്രപൂരിലെ ആ രാക്ഷസനുള്ള അതേ ആൽമരം തന്നെയായിരുന്നു. അങ്ങനെ 3 ആളും കൂടി റെസ്റ്റോറന്റിൽ ഫുഡ് കഴിക്കുന്ന നേരം ഈ ലീവിലെങ്കിലും അച്ഛനെ ഗ്രാമത്തിലേക്ക് തന്നെ കൊണ്ടുപോകണമെന്ന് മോള് റിക്വസ്റ്റ് ചെയ്യുവാണ്. സോ ജനിച്ചിട്ടിതുവരെ അവൾ ആ ചന്ദ്രപൂർ ഗ്രാമത്തിൽ പോയിട്ടില്ല എന്ന് മനസ്സിലാകുന്നു. അന്നേരമാണ് അതിന്റെ റീസൺ എന്താന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. ആ ഗ്രാമത്തിൽ ഏത് പെൺകുഞ്ഞു പിറന്നാലും അവളെ ബലി കഴിക്കും. ഇക്കാര്യം ഇനിയെങ്കിലും മകളെ അറിയിക്കാമെന്ന് ശുഭങ്കർ പറയുമ്പോൾ ഹീറോയിൻ ആവട്ടെ അവള് കുഞ്ഞാണെന്നും അതൊക്കെ മനസ്സിലാക്കാനുള്ള പക്വതായിട്ടില്ലെന്നും പറഞ്ഞ് ഭർത്താവിനെ പിന്തിരിപ്പിക്കുന്നു. അപ്പോഴാണ് ഗ്രാമത്തിൽ നിന്ന് തന്റെ അച്ഛൻ മരിച്ചുപോയെന്ന വാർത്ത അറിയിക്കാനായിട്ടുള്ള ഒരു കോള് വരുന്നത്. ഒട്ടും വൈകാതെ മകളെ ഭാര്യയോട് നോക്കാൻ ഏൽപ്പിച്ച് അവൻ ഗ്രാമത്തിലേക്ക് ആ രാത്രി തന്നെ തിരിക്കുവാണ്. എന്നിട്ട് അച്ഛനെ എല്ലാ ചടങ്ങുകളോടെയും സംസ്കരിച്ച് അവന്റെ ഇളയച്ചനുമായി സംസാരിക്കുന്നു. ഇളയച്ചന്റെ പേര് ജോയ്ദേവ് എന്നാണ്. സംസാരിക്കുന്നത് എന്താന്ന് വെച്ചാല് ശാപം പിടിച്ച ഈ വീട് വിറ്റ് തിരിച്ചു പോയി സിറ്റിയിൽ സെറ്റിൽ ആവണമെന്നാണ്. എന്നാൽ ഇളയച്ചൻ മനസ്സില്ല മനസ്സോടെ അവസാനം അതിന് സമ്മതിക്കുന്നു. അന്നേരമാണ് നിന്റെ ഭാര്യയ്ക്കും മകൾക്കും സുഖമല്ലേ എന്ന് അയാൾ കുശലം ചോദിക്കുന്നത്. ഒരു ഞെട്ടലോടെ അവനാവട്ടെ തനിക്ക് മകനാണെന്ന് പറയുന്നു. എന്നാൽ ഇളയച്ചനാവട്ടെ നിനക്ക് മകൾ ജനിച്ച കാര്യം നിന്റെ അച്ഛൻ വഴി അറിയാമെന്നും ഇക്കാര്യം നമുക്കുള്ളിൽ തന്നെ രഹസ്യമായി എന്നുമിരിക്കുമെന്നും വാക്കു കൊടുക്കുന്നു. അന്ന് രാത്രി തന്നെ അവൻ തിരിച്ചു പോകുവാണ്. എന്നാൽ കാറിൽ കയറാൻ നേരം ഷൂ ഒരു വേരിൽ തട്ടുന്നു. അത് തട്ടിമാറ്റി അവൻ പോകുന്നുണ്ടെങ്കിലും ആ വേരിന്റെ ഒരു ഭാഗം ആ ഷൂവിൽ തന്നെ ഉണ്ടായിരുന്നു. അതറിയാതെ അവൻ കാറിൽ പോകുവാണ്. അതേസമയം വീട്ടിൽ ഉറങ്ങിക്കിടന്ന മകളുടെ തൊട്ടടുത്തിരുന്ന ടാബില് മുൻപ് മകൾ ഫോട്ടോ എടുത്ത അതേ ആൽമരത്തിന്റെ ചിത്രം അവൾ വരച്ചു വെച്ചിരിക്കുന്നത് ഹീറോയിൻ കാണുവാണ്. അത് കണ്ടപാടെ അവൾ അതിന്റെ ഫോട്ടോ എടുത്ത് ഹസ്ബൻഡിന് അയച്ചു കൊടുക്കുന്നു. എന്നാൽ അത് കണ്ടതും ശുഭങ്കർ ഞെട്ടിത്തെരിക്കുവാണ്. അവൻ അവൾക്ക് കോൾ ചെയ്തിട്ട് ആ ആൽമരത്തെ പറ്റി നമ്മളുടെ മകൾ ശ്വേത എങ്ങനെയാണ് അറിഞ്ഞതെന്നും അതെങ്ങനെ അവള് വരച്ചുവെന്നും ചോദിക്കുവാണ്. അന്നേരം തന്നെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ആ കോള് കട്ടാകുന്നു. ടെൻഷൻ അടിച്ച് അവനാവട്ടെ ഒരു സിഗരറ്റ് കത്തിച്ചിരുന്നതും അന്നേരം കാറിന് പുറകിലിരുന്ന ആ കൊടൂര രൂപം വേരുകൾ കൊണ്ട് വകഞ്ഞു മുറുക്കി അയാളെ കൊന്ന് ആ കാറ് കത്തിച്ചു കളയുവാണ്. അടുത്ത ദിവസം കാറിലിരുന്ന് സിഗരറ്റ് വലിച്ചതുകൊണ്ട് കാറ് കത്തി ഹസ്ബൻഡ് മരിച്ചുവെന്നാണ് ഹീറോയിൻ അറിയുന്നത്. മരണചടങ്ങിലേക്ക് ഗ്രാമത്തിൽ നിന്നും ഹീറോയുടെ ഇളയച്ചനായിട്ടുള്ള ജോയ്ദേവും വരുന്നു. ഹീറോയിനെ
സമാധാനിപ്പിച്ചിട്ട് അയാൾ പോകുവാണ്. എന്നാൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് ജോയ്ദേവ് തന്നെ അവൾക്ക് കോൾ ചെയ്യുന്നു. മുൻപ് ഹീറോ ഗ്രാമത്തിൽ വന്നപ്പോൾ ആ വീട് വിറ്റ് സിറ്റിയിൽ ഫാമിലിക്കൊപ്പം ജീവിക്കണമെന്ന് പറഞ്ഞ കാര്യം അയാൾ പറയുന്നു. സോ അവൻ്റെ ആ അവസാന ആഗ്രഹം നിറവേറ്റാനായിട്ട് അയാൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും വീട് വെക്കാനായിട്ട് ഹീറോയിനോട് അതേ ഗ്രാമത്തിലേക്ക് വരണമെന്നും റിക്വസ്റ്റ് ചെയ്യുവാണ്. ഫൈനലി അവളും ഏറെ നിർബന്ധിച്ചതുകൊണ്ട് അങ്ങോട്ട് തന്നെ പോകുന്നു. കൂടെ മകളുമുണ്ട്. ആ വലിയ മാളിക കണ്ട് അവൾ ഞെട്ടലോടെ നോക്കുന്നു. അകത്തെത്തിയതും ശ്വേതയ്ക്ക് ഒരു കൂട്ടുകാരിയെ കിട്ടുന്നുണ്ട്, ദീപിക. അവളാവട്ടെ ആ വീട്ടിലെ വേലക്കാരായിട്ടുള്ള പികാഷിന്റെയും നന്ദിനയുടെയും ഒരേ ഒരു മകളാണ്. കുട്ടികളാവട്ടെ ആ വലിയ മാളിക ചുറ്റിക്കാണാനായിട്ട് പോകുവാണ്. ഹീറോയിൻ ആണേല് അകത്ത് കയറിയ പട കാണുന്നത് തുടക്കത്തിൽ കാണിച്ച മാക്കാളിയുടെ ആ വലിയ ശില്പമാണ്. എന്നാൽ അതിപ്പോൾ മൂടിയിട്ട് ഒരിടത്ത് അടയ്ക്കപ്പെട്ടിരിക്കുവാണ്. അതെന്താ അങ്ങനെയെന്ന് അവൾ വേലക്കാരനായിട്ടുള്ള ബികാസിനോട് ചോദിക്കുവാണ്. അന്നേരമാണ് അയാൾ പറയുന്നത്, ആചാരമനുസരിച്ച് മാക്കാളിക്ക് പൂജ ചെയ്യണമെങ്കിൽ മാക്കാളി തന്നെ ഗ്രാമത്തിലെ ആരുടെയെങ്കിലും സ്വപ്നത്തിൽ ദർശനം നൽകും. എന്നാൽ കഴിഞ്ഞ 40 വർഷമായി ആർക്കും ആ ഭാഗ്യം സിദ്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ പൂജകൾ നടക്കാതെ അന്നടച്ചതാണ് ഈ ക്ഷേത്രം എന്നെല്ലാം പറയുന്നു. ഈ മാളിക മുൻപ് നോക്കിയിരുന്നത് തന്റെ അച്ഛനാണെന്നും പറഞ്ഞ് അയാൾ അച്ഛനെ ഹീറോയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. വർഷങ്ങളായി ഈ കുടുംബത്തിന്റെ വിശ്വസ്തനായ പണിക്കാരനായ നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് എന്നവൾ പറയുവാണ്. എന്നാൽ എല്ലാം കേട്ടിട്ടും മറുപടി നൽകാതെ വിയേഡായിട്ട് അയാൾ അങ്ങനെ തന്നെ ഇരിക്കുവാണ്. അന്ന് രാത്രി ഹീറോയിനും മകളും ഡിന്നർ കഴിക്കുന്ന നേരം അകത്തിരുന്ന ആ പണിക്കാരന്റെ അച്ഛൻ ഓടി വന്ന്, നിങ്ങൾ വേഗം ഇവിടെ നിന്നും പോകണം, വീട്ടിൽ വരാൻ പാടില്ലായിരുന്നു, മരണം സംഭവിക്കുമെന്നെല്ലാം വിളിച്ചു പറയുവാണ്. എല്ലാം കണ്ട ശ്വേത ആകെ ഭയപ്പെടുന്നു. ഇത് കണ്ട അംബികയാവട്ടെ അവളെ സമാധാനിപ്പിച്ച് കിടത്തുവാണ്. എന്നാൽ ഉറങ്ങുന്ന സമയം പെട്ടെന്ന് അവിടെ ടേബിളിലിരുന്ന ശ്വേതയുടെ ടാബ് താനെ ഓണായി അതിൽ ആ വലിയ ആൽമരം കാണുവാണ്. പോരാത്തതിന് ജനലിന് പുറത്തൂടെ ഭീകരമായ പെൺകുട്ടികളുടെ രൂപങ്ങൾ അകത്ത് കയറി വന്ന് അവരെ തന്നെ ഉറ്റുനോക്കുന്നു. അടുത്ത ദിവസം കാണിക്കുമ്പോൾ ദീപികയുമായി സംസാരിക്കുന്നതിനിടയിൽ ശ്വേതയുടെ ടാബിലെ ആ ആൽമരം കണ്ട് ദീപിക ഞെട്ടുവാണ്. ഇതെങ്ങനെ നിനക്ക് കിട്ടിയെന്ന് പേടിച്ച് അവൾ ചോദിക്കുന്നു. ഗ്രാമത്തിലുള്ള ആരും ആ ആൽമരത്തിനടുത്തേക്ക് പോകാറില്ല, കാരണം അതിലൊരു ഭീകര രാക്ഷസനുണ്ട് എന്ന് ആ കുട്ടി ഭയത്തോടെ പറയുന്നു. എന്നാൽ എല്ലാം കേട്ട് ക്യൂരിയസ് ആയ ശ്വേതയാവട്ടെ അത് തനിക്ക് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് ദീപികയും കൂട്ടി അങ്ങോട്ട് തന്നെ പോകുവാണ്. അതിനടുത്തെത്തിയതും അകത്ത് കയറാമെന്ന് പറഞ്ഞാൽ ദീപിക പേടിച്ച് പുറകോട്ട് നടക്കുന്നു. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ആ ആൽമരത്തിന് മുൻപേയുള്ള മന്ത്രചരടുകൾ കെട്ടിയ മതിലിനടുത്തേക്ക് ശ്വേത നടന്നു പോകുവാണ്. ആ ചരടുകൾ ഭേദിച്ചു വേണം ആ ആൽമരത്തിലേക്ക് അടുത്തെത്താൻ. എന്നാൽ കറക്റ്റ് ടൈമിൽ അവിടെ എത്തിയ ഹീറോയിൻ ശ്വേതയെ കൂട്ടി അവിടെ നിന്ന് പോകുന്നു. എന്നാൽ പോകാൻ നേരം അവിടെയുള്ള ഇടിഞ്ഞു പൊളിയാറായ കെട്ടിടത്തിൽ ക്രീപ്പിയായ രീതിയിൽ ഒരു വയസ്സായ ലേഡി നിൽക്കുന്നത് അവൾ കാണുന്നുണ്ട്. എന്നാൽ ഞൊടിയിടയിൽ അവർ തിരിച്ച് അകത്തേക്ക് തന്നെ പോകുന്നു. കുറച്ചു നേരം നടന്നു പോയതും ദീപികയുടെ അമ്മയായ നന്ദിനി ദേഷ്യത്തിൽ അവിടെ എത്തി പോകാൻ പാടില്ലെന്ന് പലതവണ പറഞ്ഞിട്ടും എന്തിനാണ് ഈ സ്ഥലത്ത് വന്നതെന്ന് ചോദിക്കുവാണ്. നന്ദിനിയുടെ മുഖത്ത് എന്തോ ഒരു ഭയമുണ്ടായിരുന്നു. അന്നേരമാണ് ദീപികയെ കണ്ട ഹീറോയിൻ അവൾ പ്രായപൂർത്തിയെന്ന കാര്യം മനസ്സിലാക്കി നന്ദിനിയോട് പറയുന്നത്. എന്നാൽ അതുകൂടെ കേട്ടതോടെ ആ അമ്മയാവട്ടെ, മാകാളി എൻ്റെ കുഞ്ഞിനെ നീ തന്നെ കാക്കണേന്നും പറഞ്ഞ് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നാൽ ദീപികയെ കൊണ്ടുപോയി ഒരു മുറിയിലടച്ച് ജനലും വാതിലും മുറുകെ അടച്ച് സേഫ് ആയിട്ടിരിക്കാനായിട്ട് അമ്മ പറയുവാണ്. ഞാനല്ലാതെ ആര് വന്നാലും കതക് തുറക്കരുതെന്നും പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. എന്നാൽ രാത്രിയായി. ദീപിക തളർന്ന് ആ തറയിൽ കിടക്കുന്ന നേരം ജനാലയ്ക്കപ്പുറം ആ ഭീകര സ്വത്വം മെല്ലെ ഉയർന്നു വരുന്നു. അതിന്റെ വേരുകളുടെ നിഴൽ ആ മുറിക്കകത്തുകൂടെ ദീപിക കിടന്ന സ്ഥലത്തേക്ക് എത്തുവാണ്. അന്നേരമാണ് ഇതുവരെ പറഞ്ഞു മാത്രം കേട്ടിട്ടുള്ള ആ കൊടൂര രാക്ഷസ രൂപത്തെ അവൾ കാണുന്നത്. പേടിച്ചലറി വിളിക്കുന്ന നേരം കുറെ വേരുകൾ വന്ന് അവളെ തൂക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. നേരിയത് ആ ആൽമരത്തിലേക്കാണ് പോകുന്നത്. ശബ്ദം കേട്ട് റൂമിലെത്തിയ അമ്മ തന്റെ മകളെ രാക്ഷസൻ കൊണ്ടുപോയതറിഞ്ഞ് അലറിക്കരയുന്നു. അത് കേട്ട് അവിടെ വന്ന ഹീറോയിനോട് നീ കാരണമാണ് തന്റെ മോളെ രാക്ഷസൻ കൊണ്ടുപോയതെന്ന് അവൾ പറയുന്നു. നിങ്ങൾ എന്തിനാണ് ഈ ഗ്രാമത്തിൽ വന്നത്? നിങ്ങൾ ഒരിക്കലും ഇവിടെ വരാൻ പാടില്ലായിരുന്നു. നിന്റെ മകളാണ് നിർബന്ധിച്ച് ആ രാക്ഷസൻ അരികിലേക്ക് എന്റെ മോളെ കൊണ്ടുപോയതെന്നൊക്കെ പറഞ്ഞ് അവൾ അലമുറയിട്ട് കരയുന്നു. ഇതെല്ലാം കേട്ട് ഒന്നും മനസ്സിലാക്കിയത് തരുന്ന ഹീറോയിൻ ആവട്ടെ നേരെ പോലീസിനെ വിളിച്ച് കുട്ടി മിസ്സിംഗ് ആണെന്ന കാര്യം അറിയിക്കുന്നു. അവിടെ എത്തിയ പോലീസ് ഓഫീസർ ചുറ്റും പരിശോധിക്കുവാണ്. ഇത്ര നിഷ്പ്രയാസം ജനൽ കമ്പികൾ ആരാണ് വളച്ചൊടിക്കുന്നതെന്ന് അയാൾ സംശയിച്ചു നിൽക്കുമ്പോൾ എല്ലാം ചെയ്തത് ആ രാക്ഷസനാണെന്ന് ഗ്രാമവാസികൾ ഒരുപോലെ പറയുവാണ്. വർഷങ്ങൾക്ക് മുൻപ് ഈ കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിയെ ബലി നൽകിയതിന്റെ കോപം കൊണ്ട് പ്രായപൂർത്തിയാകുന്ന ഓരോ കുഞ്ഞിനെയും ആ രാക്ഷസൻ കൊണ്ടുപോകുമെന്ന് ദീപികയുടെ അച്ഛൻ പറയുന്നു. ഹീറോയിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട്.
അന്ന് രാത്രി തന്നെ ആ ആൽമരത്തിനടുത്തേക്ക് ഹീറോയിനും പോലീസും കൂടെ പോകുന്നു. വലിയ വലിയ വേരുകളും വള്ളികളും കൊണ്ട് ചുറ്റപ്പെട്ട ഒരു വലിയ ആൽമരം. അതിനകത്തേക്ക് രണ്ടാളും കയറി പോകുവാണ്. പെട്ടെന്നൊരു വള്ളിക്കരയിൽ നിന്ന് ദീപികയെ കണ്ട് അവിടേക്ക് ഹീറോയിൻ ഓടി ചെന്നാല് അവിടെ അന്നേരത്തേക്ക് ആരുമില്ല. പക്ഷേ ആ മരത്തിന്റെ തടിയിൽ ഒരു കുട്ടിയുടെ മുഖം പോലെ തെളിഞ്ഞു നിൽക്കുന്നത് അവൾ കാണുന്നുണ്ട്. പുറകിലായി ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. പോയി നോക്കുമ്പോൾ താഴെ വേരിൽ മറ്റൊരു കുഞ്ഞിന്റെ മുഖം കാണുന്നു. ആ കരച്ചിലാണെങ്കിൽ വീണ്ടും വീണ്ടും അവൾക്ക് കേൾക്കുവാണ്. അന്നേരം പുറകിലൊരു പെൺകുട്ടിയുടെ രൂപം നിൽക്കുന്നു. തിരിഞ്ഞു നോക്കിയാൽ അവിടെയും ആരുമില്ല. അപ്പോഴാണ് അവിടെ ഗുഹ പോലെ ഒരു ഭാഗത്ത് നിന്ന് ആ കരച്ചിൽ വരുന്നത് അവൾ കേൾക്കുന്നത്. അവൾ അവിടേക്ക് പോകാൻ തുടങ്ങിയതും പോലീസ് ഇൻസ്പെക്ടർ അവിടെ എത്തുന്നു. ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടുവെന്ന് അവൾ പറയുമ്പോൾ ഇവിടെ മൊത്തം കംപ്ലീറ്റ് സൈലൻസ് ആണെന്നാണ് ആ ഓഫീസർ പറയുന്നത്. അങ്ങനെ രണ്ടാളും പുറത്തേക്ക് ഇറങ്ങുന്നു. വീട്ടിലെത്തിയ ഹീറോയിനോട് ശ്വേത താൻ കാരണമാണോ ദീപിക പോയതെന്ന് പറഞ്ഞ് വിഷമിക്കുവാണ്. ഈ ഗ്രാമത്തിലേക്ക് താൻ ഇതുവരെ വരാതിരിക്കാൻ നിങ്ങൾ ശ്രമിച്ചത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരമാണ് ഹീറോയിൻ അവളോട് അക്കാര്യം പറയുന്നത്. അന്ന് മാ കാളിയുടെ കഥയെന്തെന്ന് പറഞ്ഞിരുന്നല്ലോ. പാർവതി ദേവി കാളി രൂപമെടുത്ത് ആ രാക്ഷസന്റെ രക്തം കുടിച്ച് അതിനെ വധിച്ചു. എന്നാൽ അറിയാതെ ആ രാക്ഷസന്റെ ഒരേ ഒരു തുള്ളി രക്തം ഭൂമിയിൽ പതിച്ചിരുന്നു. അത് അംഷാദ എന്നൊരു രാക്ഷസനായി മാറി. ആ രാക്ഷസൻ ഉടലെടുത്ത ഗ്രാമം ഇതേ ചന്ദ്രാപൂർ ഗ്രാമമാണ്. എന്നാൽ വീണ്ടും വീണ്ടും രാക്ഷസനെ ഉണ്ടാക്കാനുള്ള കഴിവ് മാത്രം ആ രാക്ഷസനില്ലായിരുന്നു. ആ കാലത്ത് പ്രായപൂർത്തിയായ പെൺകുട്ടികളെ കടത്തി അടിമകളാക്കി വെക്കുകയാണ് ആ രാക്ഷസൻ ചെയ്തു പോന്നത്. എന്നാൽ ഇതെല്ലാം ആ ഗ്രാമവാസികളെ അസ്വസ്ഥരാക്കി. അന്നേരം ഒരു ഭക്തൻ കാളിയെ പ്രാർത്ഥിച്ച് ഇതിനൊരു അന്ത്യം വരണമെന്ന് അപേക്ഷിച്ചു. അന്നേരം കാളിയുടെ തലയിൽ നിന്നും ഒരു തുള്ളി രക്തം ആ ഭക്തന്റെ കണ്ണിൽ പതിച്ചു. അതിന്റെ പ്രഭാവത്തിൽ അയാൾ അന്നു തന്നെ ആ ആൽമരമായി മാറിയ രാക്ഷസനെ കത്തിച്ചില്ലാതാക്കി. എന്നാൽ അപ്പോഴും പൂർണ്ണമായി നശിക്കാതിരുന്ന ആ രാക്ഷസൻ വ്യക്തമായ ഒരു പ്ലാനോടെ അവിടെ ഭൂമിയിൽ പതിയിരുന്നു. ഏത് ഭക്തനാണോ കാളിയുടെ വരം ലഭിച്ചത് അതിന്റെ പ്രഭാവം സ്വന്തമാക്കാൻ ആ ഭക്തന്റെ വംശത്തിലെ തന്നെ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അവളെ ഗർഭിണിയാക്കി അതുമൂലം ദേവിയുടെ ശക്തിയോടെ രാക്ഷസനായി വീണ്ടും ജനിക്കാനായിരുന്നു. എന്നാൽ ഇതറിഞ്ഞ ആ പെൺകുട്ടിയുടെ സ്വന്തം അച്ഛൻ തന്നെ ആ രാക്ഷസൻ മറുപിറവി എടുക്കാതിരിക്കാൻ സ്വന്തം മകളെ കൊന്നുകളയുന്നു. പോരാത്തതിന് ആ വംശാവലിയിൽ പിറക്കുന്ന ഓരോ പെൺകുട്ടികളെയും ബലി നൽകാനായിട്ട് തുടങ്ങി. അതുവഴി ഒരിക്കലും ആ രാക്ഷസൻ ശക്തിയോടെ ജനിക്കാതിരിക്കാനായിട്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ ആ വംശത്തിൽ ഇപ്പോഴും ജീവനോടെയുള്ള പെൺകുട്ടി ശ്വേത തന്നെയാണ്. ശിവങ്കർ അംബികയെ വിവാഹം കഴിച്ചിട്ട് ഉണ്ടായ കുട്ടി പെൺകുട്ടിയാണെന്നറിഞ്ഞപ്പോൾ അവിടേക്കെത്തിയ ഹീറോയുടെ അച്ഛൻ അക്കാര്യം അറിയാതിരിക്കാനായിട്ട് തൊട്ടടുത്തിരുന്ന ആൺകുട്ടിയെ മാറ്റിവെച്ച് അവൻ അച്ഛനെ കബളിപ്പിക്കുന്നു. അങ്ങനെയാണ് ഇതുവരെ ശ്വേതയെപ്പറ്റി ആരും തന്നെ അറിയാതിരുന്നത്. തൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയമാണ് ഹീറോയെ ചന്ദ്രാപൂർ ഗ്രാമത്തിലേക്ക് മകളെ കൊണ്ടുപോകുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തിയിരുന്നത്. ഇതെല്ലാം കേട്ട ശ്വേതയാവട്ടെ അങ്ങനെയാണെങ്കിൽ ഈ വംശത്തിൽപ്പെട്ട തന്നെ ഇനി ആരെങ്കിലും ബലി നൽകുമോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയുള്ളപ്പോൾ അങ്ങനെ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ അവളെ സമാധാനിപ്പിക്കുന്നു. അന്നേരം തന്നെ ആ രാക്ഷസൻ ദീപികയെ പേരുകൾക്കിടയിൽ അവന്റെ അടിമയാക്കിയിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസമായി ഗ്രാമത്തിലെ കാണാതായ ഒത്തിരി പെൺകുട്ടികൾ അവരുടെ വീടുകളിലേക്ക് മടങ്ങിയെത്തിയെന്ന വാർത്തയാണ് കേൾക്കുന്നത്. പോലീസ് ഇൻസ്പെക്ടറും ജോയ് ദേവും കൂടെ ഓരോ വീട്ടിലും പോയി ആരാണ് അവരെ കടത്തിക്കൊണ്ടുപോയതെന്ന് ഓർമ്മയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആർക്കും തന്നെ ഒരു ഉത്തരവുമില്ലായിരുന്നു. എന്നാൽ അവരിൽ ഒരാൾ മാത്രം ഒരു ഓൾഡ് ലേഡിയെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. അന്നേരമാണ് ഹീറോയിനും ആ പഴയ കെട്ടിടത്തിൽ കണ്ട സ്ത്രീയെ ഓർക്കുന്നത്. അങ്ങനെ കാറിൽ പോകുന്ന നേരം കാറിന് മുൻപിലേക്ക് അതേ ലേഡി ചാടി വീണ് നിന്റെ മകൾക്ക് എന്തു പറ്റിയെന്ന് നോക്ക് എന്ന് പറയുന്നു. പേടിച്ചവൾ മുറിക്കകത്തെത്തിയാൽ ശ്വേതയാവട്ടെ ഒരു കുഴപ്പവുമില്ലാതെ മുൻപ് കാണിച്ച ദീപികയുടെ മുത്തച്ഛനുമായി സംസാരിക്കുവാണ്. മോളെ കൂട്ടി പോകാൻ നേരം അയാൾ അവൾക്ക് വളരെ പഴക്കം ചെന്ന കുറച്ച് പേപ്പറുകൾ കൊടുക്കുവാണ്. അതും വാങ്ങി അവൾ അകത്തോട്ട് പോകുന്നു. അന്ന് രാത്രി അവളത് വായിക്കാൻ തുടങ്ങുവാണ്. അന്നേരമാണ് അതിനകത്ത് മുഴുവനായിട്ടുള്ളത് ആ രാക്ഷസനെ തോൽപ്പിക്കാനുള്ള പല മന്ത്രങ്ങളാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. അപ്പോഴാണ് അവൾക്ക് മുമ്പിലേക്ക് മരിച്ചുപോയ ശിവങ്കറിന്റെ ആത്മാവ് വരുന്നതും ഈ നാടിനെ രക്ഷിക്കാനായിട്ട് മാ കാളിയെ സമീപിക്കണമെന്ന് പറയുന്നതായിട്ടും അവൾക്ക് തോന്നുന്നത്. കൂടാതെ ആ രാത്രി തന്നെ അവൾക്ക് സ്വപ്നത്തിൽ അതേ മാക്കാളി വന്ന് ദർശനം കൊടുക്കുന്നു. ആ ഗ്രാമത്തിലെ വിശ്വാസം അനുസരിച്ച് കാളിയുടെ ദർശനം ലഭിച്ചാൽ കാളിക്ക് പൂജ ചെയ്യാമല്ലോ. സോ നെക്സ്റ്റ് ഡേ തന്നെ ആ പൂട്ടിയിട്ട ക്ഷേത്രം തുറന്ന് കാളി ദേവിക്ക് പൂജകൾ ചെയ്യുന്നു. അവിടേക്ക് എല്ലാം അറിഞ്ഞ് ഗ്രാമവാസികളും എത്തുന്നുണ്ട്. അന്ന് തന്നെ കാണാതായ ദീപികയും തിരികെ എത്തുന്നു. അന്നേരം ഇളയച്ചനാവട്ടെ വർഷങ്ങൾക്ക് ശേഷം പൂട്ടിയിട്ട ഈ ക്ഷേത്രം തുറന്നതുകൊണ്ടാണ് ദേവിയുടെ കടാക്ഷത്തിൽ ദീപിക മടങ്ങിയെത്തിയതെന്ന് പറയുന്നു. ദീപികയുടെ അമ്മയും ഹീറോയിനോട് നന്ദി പറയുന്നുണ്ട്. അന്നേരം
കാണാതായി തിരിച്ചു വന്ന എല്ലാ പെൺകുട്ടികളെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്താൽ കുഞ്ഞുങ്ങൾക്ക് അവരുടെ പീരിയഡ്സ് വരുന്നത് സ്റ്റോപ്പ് ആയിരിക്കുന്നുവെന്നാണ് അറിയുന്നത്. അത് പക്ഷേ അവർ ഗർഭിണികളായിട്ടല്ല, മറ്റെന്തോ കാരണങ്ങൾ കൊണ്ട് അവർക്കാർക്കും ഇനി പീരിയഡ്സ് വരില്ലെന്ന് ഡോക്ടർ ഉറപ്പിച്ചു പറയുന്നു. അന്നേ ദിവസം രാത്രി കാണിക്കുമ്പോൾ ശ്വേതയ്ക്ക് വയറുവേദനിക്കാൻ തുടങ്ങുന്നുണ്ട്. അതായത് ശ്വേതയും പ്രായപൂർത്തിയായിരിക്കുന്നു എന്ന് തന്നെ. അന്ന് രാത്രി ഹീറോയിനും ശ്വേതയും കിടന്നുറങ്ങുന്ന നേരം താഴെയുള്ള ദീപിക വളരെ വിയേർഡായിട്ട് മുകളിലുള്ള ശ്വേതയുടെ മുറിയിലേക്ക് പോകുന്നു. അത് കാണുന്ന മുത്തച്ഛൻ അവളെ തടഞ്ഞ് ആ കുട്ടിയെ ഉപദ്രവിക്കരുതെന്ന് റിക്വസ്റ്റ് ചെയ്യുവാണ്. എന്നാൽ ദീപികയാവട്ടെ അവിടെ ഇരുന്ന ഊഞ്ഞാലിൽ കയറി വീടായിട്ട് തന്നെ ആടാൻ തുടങ്ങുന്നു. അവളുടെ മുഖം തന്നെ കൊടൂരമായി മാറുന്നുണ്ട്. കൈയോടെ ആ മുത്തച്ഛന്റെ കഴുത്ത് ഞെരിച്ച് ആ സ്പോട്ടിൽ തന്നെ അയാളെ കൊല്ലുവാണ്. എന്നിട്ട് മുകളിലെ മുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന ശ്വേതയെ നോക്കുന്നു. എന്നിട്ട് പതിയെ ചെന്ന് അവളെ വിളിച്ചുണർത്തി കളിക്കാൻ പോകാന്ന് പറയുവാണ്. എന്നാൽ അമ്മയോട് ചോദിക്കട്ടെന്ന് പറഞ്ഞാൽ അത് വേണ്ട, അമ്മ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ശ്വേതയെ നിർബന്ധിച്ചവിടുന്ന് കൊണ്ടുപോകുന്നു. ഒന്നും അറിയാതെ ഹീറോയിൻ ആ റൂമിൽ ഉറങ്ങുമായിരുന്നു. പുറത്തെത്തിയ ശ്വേതയെ കാത്ത് മുൻപ് മടങ്ങി വന്ന എല്ലാ പെൺകുട്ടികളും ഉണ്ടായിരുന്നു. എന്നാൽ അവൾക്ക് പുറകിലൂടെ ഓരോ കുട്ടികളും പ്രേതരൂപത്തിലാകുന്നു. അകത്തുള്ള ഹീറോയിൻ കണ്ണു തുറന്നാൽ അടുത്ത മകളെ കാണാനില്ല. പേടിച്ചവൾ താഴെ വന്നാൽ ആ മുത്തശ്ശൻ മരിച്ചു കിടക്കുന്നു. ഹീറോയിൻ നേരെ ഓടിച്ചെന്ന് പുറത്തുള്ള ആ ആൽമരത്തിനടുത്തേക്ക് പോയാൽ ആ രാക്ഷസിന്റെ അടിമകളായി മാറിയ പെൺകുട്ടികൾ ആ പഴയ കെട്ടിടത്തിലേക്ക് ശ്വേതയെ വലിച്ചിഴിച്ചു കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. ഓടിയവൾ അകത്തെത്തിയാൽ ആ വയസ്സായ ലേഡി ശ്വേതയെ മുറുകെ പിടിച്ചു നിൽക്കുന്നു. അവളെ തട്ടിമാറ്റി ശ്വേതയെയും കൂട്ടി ഒരുവിധത്തിൽ ഹീറോയിൻ വീട്ടിലെത്തുവാണ്. ഒറ്റ നിമിഷം കൂടി കളയാനില്ലെന്ന് മനസ്സിലാക്കി ആ രാത്രി തന്നെ അവൾ പെട്ടിയെടുത്ത് പോകാൻ നിൽക്കുന്നതും ഇളയച്ചൻ അവിടേക്ക് എത്തുന്നു. ആ രാക്ഷസന് തന്റെ മകളെ കൊടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവൾ കാറിൽ കയറി പോകുന്നു. എന്നാൽ ആ രാക്ഷസന്റെ നിഴൽ അവൾക്ക് പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. പോരാത്തതിന് കാറിന് മുകളിലേക്ക് പ്രേതങ്ങളായി മാറിയ പെൺകുട്ടികൾ ഓരോന്നായി വന്ന് വീണ് കാറിന്റെ ഗ്ലാസ് തകർക്കാൻ തുടങ്ങുന്നു. പെട്ടെന്ന് അവരെല്ലാം ചേർന്ന് ആ കാറ് മുകളിലേക്ക് ഉയർത്തി താഴെയിടുവാണ്. കാറിന്റെ ഡോർ ഉടച്ച് ശ്വേതയെ അവർ കൊണ്ടുപോകുന്നു. എന്നാൽ അവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. കാരണം ശ്വേതയെ കൈമാറി അവസാനം അവളെത്തുന്നത് ആ ഇളയച്ചനായിട്ടുള്ള ജോയ്ദേവിന്റെ കൈകളിലാണ്. അതായത് അയാളാണ് എല്ലാം തന്നെ ചെയ്തിരുന്നത്. അയാളാവട്ടെ തന്റെ നിയന്ത്രണത്തിലായ എല്ലാ പെൺകുട്ടികളെയും കൂട്ടി ശ്വേതയെ കയ്യിലെടുത്ത് അവിടെ നിന്നും നടന്നു പോകുവാണ്. അപ്പോ തന്നെ ഹീറോയിന്റെ ബോധവും പോകുന്നു. അതേസമയം ഈ കാഴ്ചകളെല്ലാം തന്നെ അവിടെ ഒരിടത്ത് മറിഞ്ഞു നിന്ന് ആ ഓൾഡ് ലേഡി കാണുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം പോലീസ് ഇൻസ്പെക്ടർ ഗ്രാമത്തിലേക്ക് വീണ്ടും വന്നിരിക്കുവാണ്. കാരണം ഇതുവരെ തിരിച്ചു വന്നിരുന്ന എല്ലാ പെൺകുട്ടികളും വീണ്ടും മിസ്സിംഗ് ആയിരിക്കുന്നു. പോരാത്തതിന് ജോയ്ദേവിനെയും കാണുന്നില്ല. അപ്പോഴാണ് ഇൻസ്പെക്ടർക്ക് ഒരു ഡൗട്ട് തോന്നുന്നത്. എന്താന്ന് വെച്ചാല് മുൻപ് കുട്ടികളെല്ലാം തിരിച്ചു വന്ന സമയത്ത് കുട്ടികളെ ചോദ്യം ചെയ്യുമ്പോൾ ആരാണ് തട്ടിക്കൊണ്ടുപോയെന്ന് ചോദിക്കുമ്പോൾ അവര് ഇളയച്ചന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. പോരാത്തതിന് ആ കുട്ടികൾക്കെല്ലാം എന്തോ ഒരു ഭയവും ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതേസമയം ഹീറോയിനെ കാണിക്കുമ്പോൾ അവൾ നേരം ആ വയസ്സായ ലേഡിയുടെ കുടിലിലായിരുന്നു. അവളെ രക്ഷിച്ചു കൊണ്ടുവന്നത് അവരായിരുന്നു. അപ്പോഴാണ് ആ സ്ത്രീ ഒരു കാര്യം പറയുന്നത്. ഇപ്പോഴെങ്കിലും നീ മനസ്സിലാക്കണം, ഞാനല്ല നിന്റെ ശത്രു, അത് മറ്റൊരാളാണെന്ന്. തുടക്കത്തിൽ ഒരു കുഞ്ഞിനെ ബലി കഴിപ്പിക്കാനായിട്ട് നിന്ന ലേഡിയെ കാണിച്ചില്ലേ, അവളായിരുന്നു ഈ ലേഡി. സത്യത്തിൽ ആ ദിവസം ഹീറോയുടെ സഹോദരിയായി പിറന്ന പെൺകുഞ്ഞിനെ ആ ലേഡി കൊന്നിരുന്നില്ല. ആ ദിവസം ഒരിക്കലും കാളിദേവി ഒരു കുഞ്ഞിനെ കൊല്ലാൻ ആഗ്രഹിക്കില്ല എന്നും ഈ കുഞ്ഞിനെ കാളിക്ക് ബലി നൽകാൻ തനിക്കാവില്ല എന്നും അവൾ പറഞ്ഞിരുന്നു. എന്നാൽ അത് കേൾക്കുന്ന ആ സമയത്ത് അവിടേക്കെത്തിയ ജോയ്ദേവാണ് അവിടെ വന്ന് നീ ദൈവത്തെ എതിർക്കുന്ന ദുർമന്ത്രവാദിനിയാണെന്ന് പറഞ്ഞ് അവളെ മോശം സ്ത്രീയായി മുദ്രകുത്തി താൻ തന്നെ ആ കർമ്മം ചെയ്യുമെന്ന് പറഞ്ഞ് ആ വാളെടുത്ത് ആ കുഞ്ഞിനെ ബലി കഴിച്ചത്. അന്ന് രാത്രി അയാൾ ഉറങ്ങുന്ന സമയം പുറത്തുനിന്നും ഒരുപാട് വേരുകൾ വന്ന് അയാളെ വരിഞ്ഞു കെട്ടുവാണ്. കിടന്ന കട്ടിൽ ഉയർന്നു ചെന്ന് ഒരു പൊട്ടിയ കണ്ണടിക്കു നേരെ നിൽക്കുന്നു. അതിലാണ് ആ കൊടൂര രാക്ഷസന്റെ മുഖൻ അവൻ ആദ്യമായി കാണുന്നത്. അത് അവനുമായി സംസാരിക്കുന്നു. തനിക്ക് പുനർജന്മം ലഭിക്കാൻ പിറന്ന ആ പെൺകുഞ്ഞിനെ നീ കൊന്നതുകൊണ്ട് നിനക്ക് മരണമാണ് ശിക്ഷ എന്ന് പറയുന്നു. എന്നാൽ അന്നേരം ജോയ്ദേവ് ആവട്ടെ വളരെയധികം കരഞ്ഞുകൊണ്ട് പറഞ്ഞ് ഇനിയുണ്ടാകുന്ന പെൺകുഞ്ഞിനെ എങ്ങനെയെങ്കിലും രാക്ഷസന് തന്നെ നൽകാമെന്ന് ഏൽക്കുവാണ്, അതും ജീവനോടെ തന്നെ. ഇതൊക്കെ ആ ലേഡി പറയുന്ന സമയത്ത് മറ്റൊരു സ്ഥലത്ത് ആ ആൽമരത്തിനരികെ പോലീസും ടീമും എത്തുന്നുണ്ട്. അവിടെ വെച്ച് അവർ ജോയ്ദേവിനെ കാണുന്നു. എന്നാൽ എല്ലാം ചെയ്ത് നിങ്ങളെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ അയാൾക്ക് നേരെ ചെന്നതും ചുറ്റിലും അയാൾക്ക് കൂടെ വന്നിരുന്ന പോലീസുകാരെല്ലാം തന്നെ കൊടൂരമായി മരണപ്പെട്ട് അയാൾക്ക് മുമ്പിലേക്ക് തെറിച്ചു വീഴുവാണ്. നോക്കി നിൽക്കെ ജോയ്ദേവ് ഒരു ഭീകര രാക്ഷസനായി മാറി വേരുകൾ കൊണ്ട് തൂക്കിയെടുത്ത് ആ പോലീസ് ഇൻസ്പെക്ടറെ കൊന്നു കളയുവാണ്.
അന്നേരം ഹീറോയിനെ കാണിക്കുമ്പോൾ ആ വയസ്സായ ലേഡി ഹീറോയിനോട് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ആ രാക്ഷസൻ ആഗ്രഹിച്ച പോലെ ശുഭങ്കറിന്റെ വംശാവലിയിലെ പെൺകുട്ടിയെ തന്നെ അയാൾക്ക് കിട്ടിയിരിക്കുവാണ്. ഇന്ന് തന്നെ നിന്റെ മകളുടെ വയറ്റിൽ ആ രാക്ഷസന്റെ കൊടൂരമായ വിത്ത് മുളയ്ക്കും. അത് തടയാൻ കളിക്ക് മാത്രമേ സാധിക്കൂ. നീ അവിടേക്ക് പോകൂ എന്ന് പറയുന്നു. അപ്രകാരം തന്നെ ഗ്രാമവാസികൾ എല്ലാം ചേർന്ന് കളിക്ക് വേണ്ടി ഒരുക്കി പ്രാർത്ഥിക്കുവാണ്. അവിടേക്ക് ഹീറോയിന് വീണ്ടും കാളിദേവി ദർശനം നൽകി നെറ്റിയിൽ തിലകം ചാർത്തുന്നു. അടുത്ത സീനിൽ ബലിപീഠത്തിനടുത്തിരുന്ന ആ വലിയ വളയെടുത്ത് ആ ആൽമരത്തിനടുത്തേക്ക് ചെന്നാല് വള്ളികൾ കൊണ്ട് ചുറ്റപ്പെട്ട് മുകളിൽ തൂങ്ങി നിൽക്കുന്ന ശ്വേതയാണ് അവൾ കാണുന്നത്. തൊട്ടടുത്ത് ആ രാക്ഷസനും. മോളെ രക്ഷിക്കാനായിട്ട് അവൾ ഓടിയതും ചുറ്റും നിന്ന് ആ പെൺകുഞ്ഞുങ്ങൾ അവളെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ തനിക്ക് നേരെ വന്ന ഓരോ കുട്ടികളെയും തലയിൽ കൈവച്ച് അവൾ കാളിമന്ത്രങ്ങൾ ചൊല്ലുന്നു. അന്നേരം രാക്ഷസന്റെ ശക്തി പ്രഭാവത്തിൽ നിന്നും ആ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുവാണ്. എന്നിട്ട് ആ കത്തിയെടുത്ത് രാക്ഷസനുമായി യുദ്ധം ചെയ്യുന്നു. എന്നാൽ ആ രാക്ഷസന്റെ ശക്തിയിൽ അവൾ വേരുകൾ കൊണ്ട് ചുറ്റപ്പെട്ട് അസ്ഥികൾ ഉടഞ്ഞ് താഴെ വീഴുവാണ്. ഒപ്പം തന്നെ ശ്വേതയുടെ വയറ്റിൽ കുഞ്ഞുണ്ടാകാൻ വേരിൽ പൊതിഞ്ഞ് അവളെ ആ രാക്ഷസൻ എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്യുന്നത് കാണിക്കുന്നു. അന്നേരം തറയിൽ വീണ ഹീറോയിന്റെ മുഖത്ത് നിന്നും രക്തത്തുള്ളികൾ താഴെ മണ്ണിൽ പതിയുവാണ്. എന്നാൽ അന്നേരം ആ മണ്ണിൽ അടയ്ക്കപ്പെട്ട മുൻപ് ബലി കൊടുക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ അസ്ഥികൾക്ക് അത് ഫീൽ ആകുന്നുണ്ട്. പെട്ടെന്ന് ഹീറോയിൻ കോൺഷ്യസ് ആകുന്നു. നോക്കുമ്പോൾ ആ രാക്ഷസിന് പുറകിലായി ഹീറോയിൻ ഉയർന്നു നിൽക്കുവാണ്. അവളിൽ കാളിയുടെ ശക്തി കൈവന്നിരിക്കുന്നു. ഒരു നിമിഷം ആ ശക്തിയോടെ അവൾ ആ രാക്ഷസനെ എതിർത്ത് പോരാടി അവസാനം അതിന്റെ ഹൃദയം തന്നെ പറിച്ചെടുക്കുന്നു. എന്നിട്ട് അത് ഭസ്മമാക്കി കളയുന്നു. അതോടെ ആ രാക്ഷസനും ഇല്ലാതാകുന്നു. എന്നാൽ ശ്വേതയ്ക്ക് മാത്രം അനക്കമില്ല. പക്ഷേ ബാക്കി പെൺകുഞ്ഞുങ്ങളെല്ലാം രാക്ഷസന്റെ പിടിയിൽ നിന്ന് മോചിതരായി പുറത്തേക്ക് ഓടുന്നു. അവിടെ എത്തി അവരുടെ അച്ഛനമ്മമാരും സന്തോഷിക്കുന്നുണ്ട്. ഹീറോയിൻ ശ്വേതയെ അതേ ബലിപീഠത്തിൽ കിടത്തുവാണ്. അന്നേരം ആ വയസ്സായ ലേഡി അവളുടെ വയറ്റിൽ തൊട്ടാൽ ആ രാക്ഷസന്റെ കുഞ്ഞ് ശ്വേതയുടെ വയറ്റിലുണ്ടെന്നായിരുന്നു പറഞ്ഞത്. അത് പുറത്തു വന്നാലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അറിയാവുന്ന ഹീറോയിൻ ആ രാക്ഷസൻ കാരണം ഇനിയൊരു കുഞ്ഞിനും ഒന്നും സംഭവിക്കാതിരിക്കാൻ തകർന്ന മനസ്സോടെ വാളെടുത്ത് സ്വന്തം മകളെ ബലി കഴിക്കാനായി തുടങ്ങിയതും പെട്ടെന്ന് ചുറ്റുമുള്ള കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾ പുറത്തേക്ക് വരുവാണ്. അവർ ആ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കുന്നു. ഇത് മനസ്സിലായ ആ ലേഡി ഹീറോയിനെ തടഞ്ഞ് ബലി നൽകേണ്ടെന്ന് പറഞ്ഞ് ആ രാക്ഷസ കുഞ്ഞിനെ ഇല്ലാതാക്കിയെന്ന് പറയുന്നു. അത് കേട്ട് ഹീറോയിനും സന്തോഷിക്കുവാണ്. തന്റെ മകളെ വാരി പുണരുകയും ചെയ്യുന്നു. എന്നാൽ എൻഡിൽ മറ്റൊരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട്. ആ രാക്ഷസനില്ലാതായ ആ ആൽമരം നിന്നിരുന്ന സ്ഥലത്ത് മുഖം മറച്ച ഒരാളെത്തുന്നുണ്ട്. അയാൾ അവിടെയുള്ള ചാരം കയ്യിലെടുത്ത് ഈ ലോകത്ത് മനുഷ്യനുള്ള കാലം സൈത്താനും ഉണ്ടാകുമെന്ന് പറയുന്നു. മേ ബി ഹിന്ദിയിൽ ഈയിടെ പുറത്തിറങ്ങിയ സൈത്താൻ എന്ന മൂവിയിലേക്ക് ഒരു കണക്ഷൻ ആയിരിക്കും ഇത് എന്ന് കൂടെ കാണിച്ചിട്ടാണ് ആ നല്ല മൂവി അവിടെ ഉണ്ടാകുന്നത്. സമയം കിട്ടുവാണെങ്കിൽ ആ സൈത്താൻ എന്ന മൂവിയെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നോക്കാം.